ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ അച്ഛനും ആങ്ങളെയും മകളും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നിധിയോടിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അച്ഛനാണെങ്കിൽ കാല് പിടിച്ച് നിധിയോട് പറയുന്നുണ്ട്. പക്ഷെ നിധി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. നിധിയെ എന്നെ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത, നിങ്ങൾ എന്താ എന്നെ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നിധിയുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ അരുണിന് ദേഷ്യം വന്നു. അരുൺ ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അച്ഛൻ അരുണിനെ പറഞ്ഞ് പുറത്തേക്ക് വിട്ടു. അരുൺ പോയി പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സൂര്യ അവിടെ തലക്കിട്ട് അടിച്ചും ഇങ്ങനെ തല പെരുത്തു നോക്കി അങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഗുണ്ടകളും ചുറ്റിനും നിൽപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യ അകത്തേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് ജനൽ തുറക്കുന്നു, ഓരോരോ ഇതൊക്കെ കഴിയുന്നു. അപ്പോഴത്തേക്ക് സൂര്യയുടെ ഫോണിലേക്ക് കോൾ വന്നു. മമ്മിയും ഡാഡിയും വിളിക്കുന്നുണ്ട്. ഞാൻ എന്ത് പറയണമെന്ന് ചോദിച്ചുകൊണ്ട് അരുണിനോട് ഒച്ച വയ്ക്കുക. അരുൺ അങ്ങോട്ട് വന്ന സമയത്ത് ഇനി ഞാൻ എന്താ പറയേണ്ടത് പറയാൻ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് സൂര്യ നേരെ അകത്തേക്ക് കയറി ചെന്നു. എന്നിട്ട് സുധീഷിനെ കാണുവാണ്. ഇന്നത്തെ നിശ്ചയം നീ മുടക്കിയെന്നും പറഞ്ഞു. സുധീഷ് എന്നിട്ട് ഭയങ്കര ധൈര്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. നാളെ കല്യാണം ഞാൻ നടത്തും എന്ന് സൂര്യ വെല്ലുവിളിക്കുകയാണ് സുധീഷിനെ. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് പറഞ്ഞു. സുധീഷ് അന്നേരം ഇങ്ങനെ ഭയങ്കര നിലയിരിക്കുക. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇതിനുള്ള എല്ലാം കൂടെ ചേർന്ന് ഞാൻ അവൾക്കോട്ട് ഒരുമിച്ച് കൊടുത്തോളാമെന്ന് സൂര്യ പറയുന്നു. ഇത് കേട്ട് സുധീഷ് ചാടി അങ്ങ് എഴുന്നേറ്റിട്ട്, എടാ ദേ നിന്നെ പോലെ ഒരുത്തൻ്റെ കയ്യിൽ അവൾ ചെന്ന് പെടാതിരിക്കാനാ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് സുധീഷ് സൂര്യയോട് പറയുന്നു. ഇനിയും എങ്ങനെയാ നിന്റെ മുന്നിൽ തരാതെ അവളെ കാക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും സുധീഷ് സൂര്യയോട് പറയും കേട്ടോ. എനിക്ക് നിധിയെ കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, പക്ഷെ നിനക്ക് ഞാൻ കിട്ടിക്കില്ലടാ, ആ നിധിയെ നിനക്ക് ഞാൻ വിട്ടു തരൂല്ലടാ എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ സൂര്യ കയറി സുധീഷിനെ കുത്തിന് പിടിച്ചു. അപ്പോഴത്തേക്കും സുധീഷ് അവിടെ കിടന്ന് ഒച്ചയ്ക്ക് കിടന്ന് കാറും അയ്യോ എന്നെ കൊല്ലാൻ നോക്കുന്ന സാറേ എന്നും പറഞ്ഞു. അപ്പോഴേക്കും പോലീസുകാർ ഓടി വന്നു ഇവനെ പിടിച്ച് തള്ളി മാറ്റി വിട്ടു. ഈ സൂര്യ മാറി നിൽക്കടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട്. സുധീഷിൻ്റെ അഭിനയം എന്ന് പറഞ്ഞ് ഒന്നൊന്നര അഭിനയമായിരുന്നു. അപ്പോൾ ഗോപിമാഷ് ഇതൊക്കെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛനും മോളുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ നിധിയെ എസ് ഐ വിളിപ്പിച്ച് അവിടെ കൊണ്ടിരുത്തിയിരിക്കുക. എന്താണ് നിങ്ങളുടെ തീരുമാനം എന്ന് അദ്ദേഹം ചോദിക്കുവാണ്. അച്ഛനൊന്നും മിണ്ടുന്നില്ല. മോളന്നേരം നിധി ഇങ്ങനെ കുട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പോകാം സാറെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ, അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. നിധി അത് പറയുന്നത് കേട്ടപ്പോൾ സുധീഷ് മിഴുങ്ങസിയാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അതെങ്ങനെയാ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു സൂര്യ പറഞ്ഞു. അപ്പം സൂര്യ എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ അച്ഛൻ തഴയുവാണ്. കുഞ്ഞുങ്ങളോട് ചൊല്ലിക്കൊടുക്കുന്നത് പോലെ നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞില്ലേ എന്ന് അച്ഛൻ ചോദിച്ചു. ഇനിയും എന്നെ കൊണ്ട് അത് ആവർത്തിപ്പിക്കരുത് എന്ന് അച്ഛൻ മോളോട് പറയുവാണ്. ആദ്യം നീ വീട്ടിലേക്ക് വാ, എന്നിട്ട് തീരുമാനിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നിധി അച്ഛന് BP ഉള്ള കാര്യം നിനക്ക് അറിയില്ലേ എന്ന് ആങ്ങള പെങ്ങളോട് ചോദിക്കുന്നു. ഇന്നലെ രാത്രി മുതൽ അച്ഛൻ ഉറങ്ങിയിട്ടില്ല, നീ ചെന്ന് വണ്ടി കയറിക്കേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിക്കുവാണ് അരുണ്. അന്നേരം സാർ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ പോവില്ല എന്ന് നിധി പോലീസുകാരോട് പറയണു. അന്നേരം നമ്മുടെ സുധീഷ് ഇങ്ങനെ നോക്കുക കേട്ടോ. ഇവരോടൊപ്പം പോയില്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് നിധിയോട് പോലീസ് ചോദിച്ചു. അന്നേരം ഞാൻ എവിടെയെങ്കിലും താമസിച്ചോളാം, എന്തെങ്കിലും ജോലി എടുത്ത് ഞാൻ ജീവിച്ചോളാം എന്നും നിധി പറയുക. ഇത് കേട്ടപ്പോൾ അച്ഛൻ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. നീ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം, ഈ തെണ്ടിയുടെ കൂടെ കുപ്പവാരി ജീവിക്കാനല്ലേടി നീ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അത് കേട്ടപ്പോൾ നിധിക്ക് ദേഷ്യം വന്നു. എന്നെക്കാൾ എന്ത് യോഗ്യതയാണ് ഇവനുള്ളത്, എന്ത് യോഗ്യതയുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് സൂര്യ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും സുധീഷ് ഇടയ്ക്ക് കയറി അങ്ങ് മാറി നിൽക്കടാന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് പിടിച്ച് തള്ളുക നിധിയെ മാറാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പോലീസുകാർ ഇടയ്ക്ക് കയറി സുധീഷിനെ പിടിച്ച് വലിച്ചു മാറ്റി. അതുപോലെ തന്നെ സൂര്യയും അവനെ പിടിച്ച് മാറ്റി നിർത്തടാ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപി സാറ് വേറെ പോലീസുകാരനോട് പറഞ്ഞു. എന്നിട്ട് സൂര്യയെ വഴക്ക് പറഞ്ഞു മാറ്റി നിർത്തുക. അപ്പം സൂര്യ ആ മൂലയ്ക്ക് പോയി നിൽക്കുന്നു. അല്ലടാ നിന്നെ ഞാൻ എടാന്നോ നിങ്ങൾ എന്താ എന്നെ വിളിച്ചതെന്ന് ഗോപി സാറിനോട് ഈ സൂര്യ ചോദിക്കും. അല്ലടാ നിന്നെ ഞാൻ സാറേന്ന് വിളിക്കാം, ഹലോ ഹീറോ ഇങ്ങോട്ട് മാറി നിൽക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് സുധീഷിനോട് മാറി നിൽക്കാനും പറഞ്ഞു ഗോപി സാറേ. ആ സമയത്ത് നമ്മുടെ SI സാർ ഇവനെ ഇങ്ങനെ തുറച്ചു നോക്കുക. ഈ സൂര്യ നിധി എൻ്റെ ക്ഷമ ഇനി നീ പരീക്ഷിക്കാൻ നിൽക്കരുതെന്നും ഇത്രയും കാലം സ്നേഹിച്ചും ലാളിച്ചും ആവശ്യപ്പെട്ടതെല്ലാം തന്ന് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയിട്ട് എന്താണോ നീ ഇപ്പം എനിക്ക് തിരിച്ചു തരുന്നതെന്ന് ചോദിച്ചു അച്ഛൻ. അതെ, കഷ്ടപ്പെട്ട് തന്നെ വളർത്തിയതാ, എന്നിട്ട് ഇയാളെ പോലെ ഒരുത്തിനെ കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നിധി ചോദിച്ചു. അപ്പോഴത്തേക്കും സൂര്യക്ക് ദേഷ്യം വരുക. സൂര്യ നിധി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. സാർ സ്കൂളിലും +2-ലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടാണ് സാർ ഞാൻ ജയിച്ചത്, ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചതാ. എൻജിനീയറിങ്ങിന് എനിക്ക് പുറത്ത് പോയി പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സീറ്റിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ നിധി പറയണം. ദൂരേക്ക് പറഞ്ഞയക്കാൻ പേടിയാണെന്നും പറഞ്ഞ് എന്നെ വിട്ടില്ല, ഇവിടെ എന്നെ പഠിപ്പിച്ചു. എന്നെ ഇത്രയും പഠിപ്പിച്ച് നല്ല മാർക്കോട് കൂടി ഞാൻ പാസ്സായി കഴിഞ്ഞപ്പം ഇതുപോലെ ഒരുത്തന്നെ കെട്ടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ സാർ അവർക്കുള്ളതെന്ന് നിധി ചോദിക്കുവാണ്. അതൊക്കെ കേട്ട് ഇവരിങ്ങനെ ഒന്നും മിണ്ടായിട്ട് ഇരിക്കാം. എൻ്റെ സ്വപ്നങ്ങൾക്ക് ഒരു വിലയും തരുന്നില്ല സാർ,
എൻ്റെ ആഗ്രഹങ്ങളെ പറ്റി ഇയാളോട് പറഞ്ഞപ്പോൾ അടുക്കള ജോലിക്ക് ഈ പഠിപ്പ് ധാരാളമാണെന്ന് അയാൾ എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം നിധി പറയുകയാണ്. സൂര്യ ഭയങ്കര ഇതോടുകൂടി ഇങ്ങനെ നിൽക്കും. ഇയാളോടൊപ്പം ഒരു 10 മിനിറ്റ് സംസാരിക്കാനും കൂടി പറ്റില്ല സാർ. അങ്ങനെ ഒരാളെ എങ്ങനെ ഞാൻ വിവാഹം കഴിക്കുമെന്നും നിധി ചോദിച്ചപ്പോൾ അരുണിന് ഇതൊക്കെ കേട്ടപ്പോൾ ദേഷ്യം. എല്ലാവരോടും ഞാൻ കരഞ്ഞപേക്ഷിച്ചതാ, ആരും ഇതൊന്നും കേട്ടില്ല, അതാ ഞാൻ ഇറങ്ങിപ്പോയതെന്ന കാര്യമൊക്കെ നിധി പറയുക. ഇപ്പം തിരിച്ചു പോയാ എല്ലാവരും കൂടി എന്നെ ഇയാൾക്ക് കെട്ടിച്ചു കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് ഞാൻ പോവില്ല സാറെന്നും പറഞ്ഞുകൊണ്ട് നിധി ഇങ്ങനെ പറയണം. സൂര്യ ഇതൊക്കെ ഒരു എന്താ പറയുന്നത് പുച്ഛഭാവത്തിൽ കേട്ടും കണ്ട് നിൽക്കുക. ഞാൻ പോവില്ല സാർ, ഈ കല്യാണം നടക്കില്ല എന്ന് ഉറപ്പ് കിട്ടാതെ ഞാൻ പോവില്ല എന്ന് തന്നെ നിധി തറപ്പിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ അത് കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷം. ഓ അത് ശരി, നീ അത്രയ്ക്കായോടി എന്നൊന്ന് കാണണല്ലോടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂര്യ വീണ്ടും നിധിയുടെ നേരെ കയ്യേറ്റം ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും സുധീഷ് ഇടയ്ക്ക് കയറി. അപ്പോഴത്തേക്കും അച്ഛൻ ഇടയ്ക്ക് കയറി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഒക്കെ ആയി. അപ്പോഴേക്കും സുധീഷിൻ്റെ കുത്തിന് കയറി പിടിച്ചുകൊണ്ട് നിധിയുടെ അച്ഛൻ വന്നു. അയാളെ വിടാനാ പറഞ്ഞതെന്നും പറഞ്ഞ് ദേഷ്യപ്പെടും നിധി. അയാൾ എന്നോട് കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് അത് തടയാൻ നിൽക്കാതെ ഇയാളോട് എന്തിനാ അച്ഛൻ ദേഷ്യപ്പെടുന്നതെന്ന് നിധി അച്ഛനോട് ചോദിച്ചു. അപ്പോൾ ഇയാൾ കൈയെടുത്തു. പോലീസുകാർ വരെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയോ നിനക്കെന്ന് അച്ഛൻ മോളോട് ചോദിക്കുവാണ്. നിന്റെ സ്വപ്നങ്ങൾക്ക് ഞാൻ ഒരു വിലയും നൽകിയിട്ടില്ലല്ലേ എന്ന് അച്ഛൻ മോളോട് ചോദിക്കുവാണ്. ഇത്രയും കാലം നിനക്ക് ചെയ്തു തന്നതൊന്നും പോരാ അല്ലേ എന്ന് ചോദിച്ചു. ഇതൊക്കെ കേട്ട സൂര്യ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവിടെ ജോലി ചെയ്ത് കഷ്ടപ്പെടാതെ റാണിയെ പോലെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നപ്പോൾ നിനക്ക് തിന്നത് എല്ലിൻ്റെ ഇടയിൽ കുത്താൻ തുടങ്ങിയല്ലേ എന്നും അച്ഛൻ ചോദിക്കുകയാണ്. നീ കൂടെ ഇറങ്ങിപ്പോകുന്നവനല്ലേ ഈ വൃത്തികെട്ടവൻ, ഇവൻ നിന്നെ പഠിപ്പിക്കുമോ എന്ന് അച്ഛൻ ചോദിക്കാം. അവൻ പറഞ്ഞോന്നാ. അപ്പോൾ ഇയാളെന്തിനാ അച്ഛനെ പഠിപ്പിക്കുന്നേ? ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ഒറ്റയ്ക്ക് പഠിച്ചോളാമെന്ന് നിധി അന്നേരം അച്ഛനോട് പറയുവാണ്. ഓ സംസാരിച്ച സമയം കളയാതെ അവളെ എടുത്ത് വണ്ടിയിലിടാൻ കളയെന്നും പറഞ്ഞുകൊണ്ടായി സൂര്യയുടെ ഒച്ച. അച്ഛനിൽ നിന്ന് തളർച്ച തുടങ്ങി, കൈയും കാലും മറയ്ക്കാൻ തുടങ്ങി, കണ്ണിലിട്ട് കയറാൻ തുടങ്ങി. അപ്പോൾ ഇവൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സൈക്കോ ആയാലും ഇവൻ എന്നതാ സാറേ കാണിക്കുന്നത്, ഇവൻ ചിലപ്പോൾ ആ പെങ്കൊച്ചിനെ കൊന്നുകളയാൻ പോലും മടിക്കത്തില്ലെന്ന് ഗോപി സാറ് SI സാറിനോട് ചെവിയിൽ എന്തേലും പതുക്കെ പറയാം. നിധി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അച്ഛൻ വിളിക്കുമ്പോൾ ഞാൻ വരില്ല എന്ന് നിധി കട്ടായം പറഞ്ഞു. എന്നെ അച്ഛൻ വിളിക്കണ്ടാന്ന്. അപ്പം നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എനിക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല. അരുൺ വണ്ടി എടുക്കാൻ പറഞ്ഞ് മോളുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നു. അന്നേരം സാർ വേണ്ട സാർ വിട്ടേക്കാൻ പറഞ്ഞു സുധീഷ്. സാർ വേണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധീഷിൻ്റെ നേരെ കസേര എടുത്ത് അടിക്കാനായിട്ട് ഓങ്ങി വരുവാണ് അരുൺ. അപ്പോഴത്തേക്കും പോലീസുകാർ പിടിയായി വലിയായി തടയലായി ഭയങ്കര ഷോയാണ് അവിടെ കിടന്ന്. അപ്പോഴത്തേക്കും കസേര പോയ കലിയിൽ സുധീഷിനെ അവിടെ ഇട്ട് ഏട്ടത്തിട്ട് ചവിട്ടി കൂട്ടി അരുൺ. അപ്പോഴത്തേക്കും നിധിയെ പിടിച്ചു വലിച്ച് അച്ഛൻ കൊണ്ടുപോവുക. പിന്നെ പിടിയായി വലിയായി ഉന്തായി തള്ളായി. പോലീസുകാർ കുറേ നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്തും കാണിക്കാമെന്ന് നീ ഒന്നും വിചാരിക്കരുതെന്നും അതൊക്കെ നിന്റെ വീട്ടിൽ മതി, ഇവിടെ നടക്കില്ല എന്നും SI പറയാം. അപ്പോഴത്തേക്കും മോളെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോയ അച്ഛനെയും പോലീസുകാർ തടഞ്ഞു. സുധീഷിനെ ശരിക്കും കിട്ടി. സുധീഷിനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടി ഇവരെല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല എന്ന് SI പറഞ്ഞു. അതെ നിങ്ങളെ പേടിച്ചേ ആ കുട്ടി ഓടിക്കയറി വന്നത് ഈ സ്റ്റേഷനിലേക്കാണെന്നും SI പറയുകയാണ്. അതിൻ്റെ പരാതി കേൾക്കാതെ നിങ്ങളുടെ കൂടെ വിട്ടയച്ച് നാളെ അതിൻ്റെ ജീവനോ മറ്റോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ആരുത്തരം പറയുമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരുമെന്നൊക്കെ SI സാറ് പറയുക. അപ്പോഴത്തേക്കും നിധിയുടെ അച്ഛൻ ചെന്നിട്ട് എൻ്റെ മകളാ അതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചോദ്യം വന്നാലല്ലേ സാറിന് സമാധാനം പറയേണ്ടതായിട്ടുള്ളൂ, വന്നില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് തൊട്ടടുത്ത നിമിഷം ഫോൺ എടുത്ത് ആരെയോ വിളിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പോവുക, പക്ഷേ തിരിച്ച് ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ കൂടെ IG ഉണ്ടാകും, എൻ്റെ കൂടെ എൻ്റെ മോളെ നിങ്ങൾ വിടേണ്ടിയും വരുമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും മോനും സൂര്യയും കൂടെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അവരങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ സാറേന്നും പറഞ്ഞുകൊണ്ട് SIയുടെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇവരുടെ നേരെ ഗുണ്ടകൾ ഓടി വരിക. അപ്പോൾ ഗുണ്ടകൾ ഓടി വന്നിട്ട് സാറേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പോഴേക്കും അവർ IG ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയത്ത് നമ്മുടെ നിധിയും സുധീഷും ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ സേഫായി ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ പോയി എനിക്ക് താമസിക്കാമായിരുന്നു എന്ന് നിധി സുധീഷിനോട് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷ് ഭയങ്കര സങ്കടമൊക്കെ അഭിനയിച്ച്, എടോ താൻ ഫോൺ എടുത്തില്ലെങ്കിലും അവർ തേടി കണ്ടുപിടിച്ച് വരും, ആദ്യം എന്നെ കണ്ടെത്തും, അങ്ങനെ നിധിയുടെ അടുത്ത് അവരെത്തും എന്ന കാര്യവും പറയാം. പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യും, തിരിച്ചു പോയ ഉറപ്പായും അവർ കല്യാണം നടത്തുമല്ലോ എന്ന് നിധി സുധീഷിനോട് പറഞ്ഞു. അപ്പോൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് അതിനാണോ? അല്ലല്ലോ എന്ന് സുധീഷ് പറയാം. അപ്പോൾ ഞാൻ കാരണം ഇയാൾക്കും കഷ്ടപ്പാടായി, എല്ലാവരും കൂടെ ചേർന്ന് ഇയാളെ സോറി എന്നൊക്കെ നിധി പറയുമ്പോൾ
അടി എത്ര വേണമെങ്കിലും ഞാൻ കൊണ്ടോളാം, അതൊന്നും സാരമുള്ള കാര്യമല്ല. പക്ഷേ ഇവിടുന്ന് ഇയാളെ ബലമായിട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ പേടി എന്ന് സുധീഷ് പറയുക. അങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് വരില്ലടോ എന്നൊക്കെ പറയുവാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നിധി ചോദിക്കുമ്പോൾ ഞാനല്ലേ എൻ്റെ കൂടെ ഉള്ളതെന്ന് ചോദിച്ച് നിധിയുടെ കൈ പിടിച്ച് സുധീഷ് ഭയങ്കര ധൈര്യം കൊടുക്കുക. ഈ സമയത്ത് SI സാറിൻ്റെ അടുത്തേക്ക് ഗോപി സാറ് ചെന്നു. സാറേ നോക്കിക്കേ എന്നും പറഞ്ഞു. നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കയ്യെ പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എടാ സുധീഷേ നീ ഇങ്ങ് വന്നേ, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഗോപി സാറ് സുധീഷിനെ വിളിച്ചുകൊണ്ട് പോണു. അപ്പോഴത്തേക്കും നിധിയെ SI സാറ് വിളിച്ചടുത്തിരുത്തി അദ്ദേഹം ചോദിക്കുവാണ്, അപ്പോൾ കുട്ടിയുടെ വീട്ടുകാരോടൊപ്പം ഐജി വന്ന് കുട്ടി അവർക്കൊപ്പം വിടണമെന്ന് പറഞ്ഞാൽ എനിക്ക് വിടാതിരിക്കാൻ പറ്റത്തില്ല. കുട്ടി അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനല്ലേ സാർ പോകുന്നില്ല എന്ന് പറയുന്നതെന്ന് തിരിച്ച് ചോദിച്ചു. അപ്പോൾ പകരം ആരുടെ കൂടെയാണ് കുട്ടി പോകുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവൻ ആരാണെന്നോ അവൻ്റെ കുടുംബം എന്താണെന്നോ കുട്ടി ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കുട്ടിയെ അവൻ മയക്കി കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞാലോ? അയ്യോ അങ്ങനെയൊന്നും അല്ല സാർ, ഒരിക്കലും അല്ല. സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാ സുധീഷിനോട് പോവാമെന്ന് പറഞ്ഞതെന്ന് നിധി പറയണു. ഇപ്പോൾ SIക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. SI അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. അന്നേരം ഗോപി സാറ് സുധീഷിനോട് ഇവരുടെ കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ബന്ധമൊന്നും ഇല്ല സാറേ എന്ന് പറയാം സുധീഷ്. ആ കുട്ടി ശരിക്കും ഒരു പാവാ, അതിൻ്റെ വീട്ടുകാരാണെങ്കിലോ ഭയങ്കര ടോർച്ചറിങ്ങാ, പിന്നെ കെട്ടാനിരിക്കുന്നവരാണെങ്കിലോ അവൻ അതിനേക്കാളും വലിയൊരു മാരണ, അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ കുട്ടി എൻ്റെ കൂടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഐജി വന്നാൽ ആ പെണ്ണിനെ അവരുടെ അച്ഛൻ്റെ കൂടെ അയച്ചാൽ നീ അകത്താകും. അത് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അയ്യോ സാറേ ഞാനെന്നാ തെറ്റ് ചെയ്തിട്ടാ? എടാ ഒരു പെണ്ണിനെ കടത്തിയ കേസാണ്, നിനക്ക് അറിയാവോന്ന് ചോദിച്ചു. അയ്യോ സാറേ ഞാൻ കടത്തിക്കൊണ്ടൊന്നും വന്നതല്ലെന്ന് നിധി പറഞ്ഞില്ലേ, പിന്നെന്താ? എടാ അതൊക്കെ പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ ഐജി തീരുമാനിക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. പോകാൻ നേരത്ത് അവർ നിന്നെ വെറുതെ വിട്ടിട്ട് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എടാ അവരുടെ ഇപ്പോഴത്തെ ദേഷ്യത്തിലാണ് നിന്നെ വെട്ടി അരിഞ്ഞിട്ട് അവർ നിന്നെ കൊണ്ട് പോകുമെന്നും പറഞ്ഞുകൊണ്ട് പറയുമോ. ആ നിൽക്കുന്ന ഗുണ്ടകളെല്ലാവരും നിന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നും ഗോപി സാറ് പറയുമോ. അപ്പോൾ ഇതിനെന്താ സാറേ ഒരു പോംവഴിയെന്ന് ചോദിക്കുമ്പോൾ നീ അവളെ കെട്ടുക, അത് മാത്രമേ പോംവഴിയുള്ളെന്ന് പറഞ്ഞു. അപ്പുറത്തെ രജിസ്റ്റർ ഓഫീസും ഉണ്ടെടാ, രജിസ്ട്രാറോട് ഇങ്ങോട്ട് വരാൻ പറയാം, അങ്ങനെ നിങ്ങളുടെ കല്യാണം നടത്തുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അവളെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അവർ വെറുതെ വിടുമോ? അപ്പോൾ അവർക്ക് എന്നെ കൊല്ലാനും പറ്റില്ല അല്ലേ? അപ്പോൾ അവരെന്നെ വെറുതെ വിടുമല്ലേ സാറേ എന്ന് ചോദിച്ചു. അതൊന്നും എനിക്കറിയാൻ മേല. മകളുടെ ജീവിതം പോയാലും മരുമകൻ ചത്താ മതി എന്ന് വിചാരിക്കുന്ന അച്ഛനാണ് അയാളെങ്കിൽ നീ ചത്തതിന് ശേഷം അങ്ങേർക്ക് കേസ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതെന്തായാലും ഗ്യാരണ്ടിയാന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു സാറേ എന്ന് പറഞ്ഞ സുധീഷ് നിൽക്കുക. നീ ചെന്നാൽ പെണ്ണിനോട് കാര്യങ്ങൾ സംസാരിക്കുക, എന്നിട്ട് കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗോപി സാറ് നമ്മുടെ സുധീഷിനെ പറഞ്ഞു വിടുക. അപ്പോൾ അങ്ങനെ സുധീഷിനോട് സാറ് പറഞ്ഞനുസരിച്ച് സുധീഷ് അകത്തേക്ക് ചെന്നു. അപ്പോൾ SIയുടെ മുന്നിലിരുന്ന് നമ്മുടെ നിധി സംസാരിക്കുവാണ്. ആ സമയത്ത് SI സാറ് സുധീഷിനോട് ചോദിച്ചു എന്താ ഇനി ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിധിയുടെ നേരെ സുധീഷ് നോക്കുക. നിധി ഇങ്ങനെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കുട്ടി നോക്ക്, ഈ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടാണോ കുട്ടി ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിയമത്തിൻ്റെ സപ്പോർട്ടൊന്നും കിട്ടത്തില്ല കേട്ടോ എന്നൊക്കെ ഈ ഗോപി സാർ അന്നേരം പറയാം. ഗോപിയേട്ടാ ഇതൊന്ന് സംസാരിച്ച് അവസാനിപ്പിക്കാം, നേരം കുറയാ ഈ വള്ളിക്കെട്ട് എന്ന് SI സാർ അന്നേരം പറയും. അപ്പം നിധിയും സുധീഷും ഇങ്ങനെ പരസ്പരം നോക്കിയിരിക്കും കേട്ടോ. കുട്ടി പ്രേമമാണ് പ്രധാനമെങ്കിൽ അച്ഛൻ തിരിച്ചു വരുന്നതിന് മുന്നേ കല്യാണം നടത്തി രക്ഷപ്പെടാൻ നോക്കാൻ പറഞ്ഞു. നിധിക്ക് ആകെ ടെൻഷനായി. പെൺകുട്ടി അത്രമാത്രം സ്ട്രോങ് ആയിരുന്നു, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞോളാമെന്ന് SI സാറ് പറയുക. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ കൂടെ തിരിച്ചു പോയി അവർ പറയുന്നത് പോലെ ചെയ്യാം, വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുമ്പോൾ സാർ പ്രേമോ എൻ്റെ ദൈവമേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല സാർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു കൊച്ചിനെ പറഞ്ഞയച്ചില്ല എന്നുണ്ടെങ്കിൽ ഐജി വന്നു കഴിയുമ്പോൾ എൻ്റെ തൊപ്പി തെറിക്കുന്ന കേസാണ്, ഞാൻ അതിനെന്തായാലും നിൽക്കുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് മാത്രം മാർഗമുള്ളൂ, അതിന് നിങ്ങൾ എന്നാന്ന് വെച്ചാൽ വേഗം ചെയ്യാൻ പറഞ്ഞു. വാ ഗോപിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പോവുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയ സമയത്ത് നിധിയും സുധീഷും കൂടെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇവർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞതുപോലെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ, നമുക്കിടയിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ച് സുധീഷ് നിധിയോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സുധീഷാണ് തൻ്റെ അവസ്ഥകൾ നിധിയോട് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. വലിയെടുത്ത് ഒലക്കെടുത്ത് അവരെന്നെ ഉരുട്ടും. ഐജി പറഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലെന്നാണ് സാർ എന്നോട് പറഞ്ഞത്. നിധി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നിധിയെ സഹായിക്കാൻ വന്നിട്ട് ഞാൻ ആകെപ്പെട്ടു പോകുമല്ലോ. പിന്നെ അവർ വരുന്നതിന് മുന്നേ ഇയാളെയും കൊണ്ട് ഇറങ്ങിപ്പോയാലോ എന്ന് വരെ ചോദിച്ചു. അപ്പോൾ അതാ നല്ലതെന്ന് നിധി പറഞ്ഞു. അപ്പോഴാ ഗോപി സാറും മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു. എന്ത് കാര്യം? അത് പിന്നെ ഞാൻ ഇയാളെ കൊണ്ട് പുറത്തേക്ക് പോയാൽ ആ നിമിഷം പുറത്ത് നിൽക്കുന്ന കൊട്ടേഷൻ ടീം എനിക്കിട്ട് പണി തരുമെന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്നാ ചെയ്യും? എന്നെ വെട്ടിക്കൊന്നിട്ട് ഇയാളെയും കൊണ്ട് അച്ഛൻ പോകുമെന്നാണ് പറഞ്ഞത്. രണ്ടായാലും എൻ്റെ കാര്യം പോക്കാമെന്നും പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ നിധിയോട് പറയാം. അപ്പോൾ എനിക്ക് വേണ്ടി ഇയാളെന്തിനും ഇയാളുടെ ജീവിതം കളയുന്നതെന്ന് ചോദിച്ചു. നിധി കളയുന്നതല്ലോ, അവരെടുത്തോണ്ട് പോകുന്നതല്ലേ, എനിക്കതിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒരിക്കലും ഒരു നീതി കിട്ടില്ലേ എന്നൊക്കെ സുധീഷ് ചോദിച്ചു.
ഒരു കല്യാണം കൊണ്ട് ഈ പ്രശ്നമൊക്കെ തീരുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ പിന്നെ നമുക്ക് എന്നാ വേണമെങ്കിലും ചെയ്യാമല്ലോ, ഇത് റിയലല്ലോ, വെറും ഡ്രാമയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഡ്രാമയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കേ, അതൊന്നും നടക്കില്ല എന്ന് നിധി പറഞ്ഞു. ഇയാളൊന്നും ചെയ്യരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ തന്നെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ തൻ്റെ ലവറാണെന്ന് കരുതിയിട്ടല്ലേ അവരെന്നെ തല്ലിയത്, ആ തല്ല് മുഴുവനും ഞാൻ നിന്ന് കൊണ്ടില്ലേ, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യമെല്ലാം പറയണം. അതിനുശേഷം ഇതൊക്കെ അഭിനയമാണെന്ന് നിധിയോട് പതുക്കെ സുധീഷ് പറയാം. അപ്പോൾ ഈ അടുത്ത് നിന്ന് നമ്മുടെ ഗോപി സാറ് ചോദിച്ചു, എന്താടാ പറയുന്നതെന്ന്. ഒന്നുമില്ല സാർ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. പറ നിധി പറ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഇരിക്കുക. അപ്പോൾ മോൾ ഓക്കെ അല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അത് സുധീഷ് പറഞ്ഞതുപോലെ ആണെങ്കിൽ എന്ന് നിധി പറയുമ്പം ആണ്, അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞു സുധീഷ്. അല്ലേ, ആണ് സാർ എന്നും പറഞ്ഞ് സുധീഷ് പറഞ്ഞു. നിധി ഒന്നും പറയുന്നില്ല. ഒരു ഫോട്ടോ എടുക്കേണ്ടി വരും രണ്ടുപേരും കൂടി, അതിൻ്റെ മോളുടെ ഈ ഡ്രസ്സ് ശരിയാവത്തില്ല, സാരി തന്നെ വേണമെന്ന് പറഞ്ഞു. വണ്ടിയിൽ നിധിയുടെ ബാഗുണ്ട് സാറെന്നൊക്കെ സുധീഷ് പറയുക. അപ്പോൾ വണ്ടി എവിടെയാണെന്ന് ചോദിച്ചു. അത് അപ്പുറത്തെ വളവിൽ കിടപ്പുണ്ട്, എന്നാൽ നീ എൻ്റെ കൂടെ വരാൻ പറയും. അങ്ങനെ സുധീഷിനെയും കൊണ്ട് സാറ് പോവുക. അപ്പോൾ സാറാണെങ്കിൽ അവിടെ നിന്ന് വേറെ പോലീസുകാരികളോട് പെൺകുട്ടികൾക്ക് ഒരുങ്ങേണ്ട സാധനങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുക. അപ്പോൾ എല്ലാം ഉണ്ടെന്ന് അവർ പറഞ്ഞു. നിധി ഇപ്പോൾ പെട്ടിരിക്കുവാണ്. നിധി സങ്കടപ്പെടണ്ട, അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അവസരമായിട്ട് മാത്രം കണ്ടാൽ മതി ഇതിനെ, വേറെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ, ഓക്കെ എന്നും പറഞ്ഞു നമ്മുടെ സുധീഷ് പറയുക. ധൈര്യമായിട്ട് ഇരിക്കുക കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കുന്നു. ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി ഇരിക്കുക. അപ്പോൾ എടാ രഹസ്യമൊക്കെ ഇനി കെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ വാടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ നമ്മുടെ സാറ് വിളിച്ചുകൊണ്ട് പോവുക സുധീഷിനെ. ഈ സമയത്ത് അച്ഛനും ആങ്ങളെയും അവിടെ സങ്കടപ്പെട്ടിരിക്കുവാണ്. നിധി അതിനേക്കാളും വലിയ സങ്കടത്തിൽ. ആ സമയത്ത് നമ്മുടെ സുധീഷിനെ വണ്ടിയിൽ കയറ്റി ഗോപി സാർ അങ്ങ് പോയി. ഈ സമയത്ത് ഗുണ്ടകളെല്ലാവരും ഇവിടെ ഇങ്ങനെ നമ്മുടെ സൂര്യയെ നോക്കി നിൽക്കുക. സൂര്യ ഒരുമാതിരി സൈക്കോക്കാർ കാണിക്കുന്നത് പോലൊക്കെ ഇരുന്ന് ഓരോ ഗോഷ്ഠികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അച്ഛനും ആങ്ങളെയും കൂടെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും അങ്കിളത് കുറേ നേരമായല്ലോ എന്താ ഇവർ വിളിക്കാത്തതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുവാണ് ഇത് സൂര്യ. ഈ പോലീസുകാർക്ക് എന്താ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ സൂര്യ അകത്തൊരു മീറ്റിംഗ് നടക്കല്ലേ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ അരുണ് പറഞ്ഞു തീർന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവി അങ്ങോട്ടേക്ക് വേറൊരു വണ്ടി, ആ വണ്ടിയിൽ നിന്ന് സുധീഷ് ബാഗൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. ഇവർ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. അപ്പം സാറിൻ്റെ മകളുടെ ബാഗാണെന്നാണല്ലോ തോന്നുന്നതെന്ന് പറഞ്ഞു ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂ കേട്ടോ. അപ്പോൾ സാറിൻ്റെ മോള് സാറ് കൊണ്ടുപോകും, ഇവനകത്തും ആകുമെന്ന് അവിടെ നിന്ന് ഗുണ്ടകൾ പരസ്പരം പറയാം. അപ്പോൾ നമ്മുടെ കൊട്ടേഷൻ വേസ്റ്റ് ആയല്ലേ എന്നും പറഞ്ഞ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മോള് സങ്കടപ്പെടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് പോലീസുകാർ പറയുക, അതായത് ഒരു വനിതാ പോലീസുകാർ, ഇഷ്ടപ്പെട്ട ആൾ വിവാഹം കഴിക്കാമെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമാണ് മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാർ പറഞ്ഞു കൊടുക്കുക കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ല, അതുകൊണ്ട് സ്നേഹിക്കുന്നവരെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ ഈ പോലീസുകാർ നിധിയോട് പറയുവാണ്. മോളെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അത് അങ്ങ് പോയി. നിധിയാണ് അന്തം വിട്ടിങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്ക് സുധീഷ് ബാഗുമായിട്ട് വന്നു. ആ ബാഗെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് അത് പോലീസുകാരുടെ കൈ കൊടുത്തു. വാ മോളെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നിടത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് പോലീസുകാർ നിധിയെയും കൂട്ടി പോവുക. നിധി അന്നേരം എഴുന്നേറ്റ് സുധീഷിനെ ഇങ്ങനെ നോക്കുക. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് എന്ന് നിധി പറയുമ്പോൾ അവരുടെ മുന്നിൽ കാണിക്കാൻ നമുക്ക് ഈ വഴിയല്ലാതെ വേറൊരു വഴിയില്ലല്ലോ, അതുകൊണ്ടല്ലേ ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു സുധീഷ്. അങ്ങനെ അതും പറഞ്ഞ് നിധിയെ പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാലയും ബൊക്കെയൊക്കെ ആയിട്ട് വരുന്നു നമ്മുടെ ഗോപി സാറ്. അപ്പോൾ ഇതെന്താടാ മാലയും ബൊക്കെയൊക്കെ കൊണ്ടുവരും, നമുക്ക് സാറിനെ വിളിച്ച് കാര്യം പറയാം, അപ്പോൾ വേഗം പറയണോ എന്നും പറഞ്ഞുകൊണ്ട് കൂടെ നിന്നോമാർ അണ്ണനോട് പറഞ്ഞു. അന്നേരം ഇയാൾ സാറിനെ വിളിച്ചത് നിങ്ങൾ കൊച്ചിൻ്റെ കല്യാണം നടത്താൻ പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അരുൺ ഞെട്ടി. പോലീസുകാർ മാലയൊക്കെ ആയിട്ട് അകത്തേട്ട് പോയിട്ടുണ്ടല്ലോ, എന്നാ സാറാ ഇതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അരുൺ ഫോൺ കട്ട് ചെയ്തിട്ട് ഇവർ അച്ഛനോട് പറഞ്ഞു. അച്ഛാ എന്താണെന്ന് വെച്ചാൽ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ അച്ഛൻ സ്റ്റേഷനിൽ വെച്ച് അവരുടെ കല്യാണം നടത്താൻ പോവുകയാണെന്ന്. അപ്പോൾ എന്നും ചോദിച്ചുകൊണ്ട് സൂര്യ ചാടി അങ്ങ് എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അരുൺ എന്നിട്ട് അങ്ങ് ഇറങ്ങി പോകുന്നു. നിധി ഒരുങ്ങി അവിടെ ഇങ്ങനെ ഇരിക്കുക. നിധിയെ ഒരുക്കുവാണ് പോലീസുകാർ. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ നിധി. അപ്പോൾ ഇപ്പം ശരിക്കും ഒരു കല്യാണപ്പെണ്ണിനെ പോലെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ പോലീസുകാരി അവിടെ നിന്ന് പോയി. നിധി കണ്ണാടിയിലേക്ക് നോക്കി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അവിടെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തിരിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് വന്നു. അപ്പോൾ സാറേ എന്ത് നീ കാണിക്കുന്നത്, അവരെ രണ്ടുപേരും കെട്ടിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിധിയുടെ അച്ഛൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറുക്കൻ്റെ പെണ്ണും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുമെന്ന്, ഞങ്ങൾ പ്രേമത്തിലാണ്, വീട്ടുകാർ കൊല്ലാൻ വരുന്നു, കല്യാണം നടത്തി തരണമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് SI സാറ് ചോദിക്കുക. അപ്പോൾ വാട്ട് കല്യാണോ, ആര് നിശ്ചയിച്ചു, നിങ്ങൾക്കത് അധികാരം എന്നൊക്കെ സൂര്യ ചോദിച്ചു. ഡാ മിണ്ടാരിയടാന്ന് പറഞ്ഞു പോലീസുകാരൻ. വന്നപ്പോൾ തൊട്ട് നീ കിടുകിടാന്ന് തുടങ്ങിയതാണല്ലോ എന്നും പറഞ്ഞു ഈ സാറ്. ഗോപിയേട്ടാ അവരെ അങ്ങ് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ SI പറഞ്ഞനുസരിച്ച് ഗോപി സാർ അവരെ വിളിക്കാനായിട്ട് അങ്ങ് പോയി. ചെന്നപ്പോൾ നിധി നല്ല പട്ടസാരിയൊക്കെ കൊടുത്ത് ഇവരുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. സുധീഷ് ഭയങ്കര ഹാപ്പിയില്ല. അപ്പോൾ എന്തായാലും
മകളുടെ വരവ് നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ചങ്ക് തകർന്നു പോയിട്ടോ. ഇങ്ങനെ അന്തം വിട്ട ആ മനുഷ്യനെ ഇങ്ങനെ നോക്കി നിൽക്കുക നിധിയെ. നിധി പേടിച്ച് വിറച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഗോപി സാറിൻ്റെ ഒരു ഒറ്റ ധൈര്യത്തിൽ നമ്മുടെ അവരിങ്ങനെ നിൽക്കുവാണ് അവിടെ. എടി എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ അങ്ങ് ചെന്നപ്പോഴത്തേക്കും എന്ന് പറഞ്ഞുകൊണ്ട് സാറുമാർ തടഞ്ഞു. നിധി നിന്ന് ഭയങ്കര കരച്ചിൽ. സൂര്യ കണ്ണും തള്ളിപ്പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം അച്ഛൻ അരുണിനെ തടഞ്ഞു. വേണ്ട, ഇതിലും കൂടുതൽ നമുക്കിനി സംസാരിക്കാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് തിരിച്ചു പോകാനാണോ? അതിനാണോ നമ്മളിവിടെ വന്നതെന്ന് സൂര്യ ചോദിക്കും കേട്ടോ. ഇയാളെ ആദ്യം പിടിച്ച് മാറ്റി നിർത്താൻ എസ് ഐ അന്നേരം അവിടെയുള്ള കോൺസ്റ്റബിൾസിനോട് പറഞ്ഞു. അതും ഈ സൂര്യ എന്നിട്ട് പിടിച്ച് അവർ മാറ്റി നിർത്തുവാണ്. എന്നെ വിടറോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സൂര്യ. അപ്പോഴത്തേക്ക് രജിസ്ട്രാർ അങ്ങോട്ടേക്ക് വന്നു. അച്ഛൻ്റെയും ആങ്ങളയുടെയും കെട്ടാനിരുന്ന ചെറുക്കൻ്റെയും മുന്നിൽ വെച്ച് നിധിയുടെയും അതുപോലെ സുധീഷിൻ്റെയും രജിസ്റ്റർ മാരേജ് നടക്കുക. നിധി നിന്ന് ഭയങ്കര കരച്ചിൽ. നിധിയുടെ കരച്ചിലെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള സങ്കടം കൊണ്ടുള്ള കരച്ചിലാണ്. അച്ഛനാണെങ്കിലും അച്ഛനെ ചതിച്ചു എന്നുള്ളൊരു മട്ടിൽ നിൽക്കുന്നു. സുധീഷാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുമോ, പണി വരുമോ, ഇവളെല്ലാം വിളിച്ചു പറയുമോ എന്നൊക്കെയുള്ള പേടിയിൽ. ഈശ്വര, ഇനി ഇവരുടെ മനസ്സങ്ങനെ മാറുമോ എന്ന് സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ. എന്നിട്ട് ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ കയ്യേലൊക്കെ പിടിച്ചിങ്ങനെ ഭയങ്കര അപ്പോൾ ഇവർ കാണുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഇതുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ധാരണയിലാണ് അച്ഛനും ആങ്ങളെയും നിൽക്കുന്നത്. എന്നിട്ട് പിന്നെ സാറുമാർ ഇടപെട്ട് ഇവരുടെ രജിസ്റ്റർ മാരേജ് നടത്തുവാണ്. ആങ്ങളെയും അച്ഛനും ഒക്കെ കൂടെ ഇങ്ങനെ കുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിധിയുടെ മനസ്സിൽ പെട്ടെന്നൊരു ഇത് വന്നു. കാരണം സുധീഷിൻ്റെ കയ്യും കാലും ഒരു കമ്പിപടിക്ക് അടിച്ച് തകർക്കുന്ന ആ ഒരു ഇത്. നിധി ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. അച്ഛനെ നേരത്തേക്ക് മകൾക്ക് അരികിലേക്ക് നടന്നു വന്നു കേട്ടോ. ആ സമയത്ത് സാർ എന്നും പറഞ്ഞ് സുധീഷ് വിളിച്ചപ്പോൾ സുധീഷിൻ്റെ ചെവിക്കല് തീർത്തൊരു ഒറ്റ അടിയായിരുന്നു നിധിയുടെ അച്ഛൻ. അയ്യോ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നിധി ഇങ്ങനെ വിളിച്ചു. നിധിയുടെ ധാരണ സുധീഷ് നിധിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കടുങ്കയൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണല്ലോ. അപ്പോൾ നിനക്ക് വേദനിച്ചല്ലേടി ഞാനിവരെ തല്ലിയപ്പോൾ എന്ന് അച്ഛൻ മോളോട് ചോദിക്കുക. അവനെ അടിച്ചത് നിനക്കൊന്നൊന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നിധി ഒന്നും പറയാൻ വല്ലാണ്ട് നിൽക്കുക. പക്ഷെ ഇത്രയും കാലം വളർത്തി വലുതാക്കി എന്നെ ചതിച്ചിട്ട് നിനക്കൊരു വേദനയും തോന്നിയില്ല അല്ലേ എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയില്ല അച്ഛാ എന്ന് നിധി പറഞ്ഞു. സോറി എന്നും പറഞ്ഞ് നിധി ഇങ്ങനെ നിൽക്കുക. സോറി അച്ഛാ, സോറി എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ആങ്ങളയ്ക്ക് ഭയങ്കര വൈരാഗ്യം പെങ്ങളോട്. അന്നേരം സാറേ ആ ചടങ്ങ് അങ്ങ് നടത്തിയാലോ എന്ന് എസ് ഐ ചോദിച്ചു. നടത്താവെന്ന് പറഞ്ഞു. മാല എടുത്ത് നിധിയുടെ കയ്യിലും ഒരെണ്ണം സുധീഷിൻ്റെ കയ്യിലും കൊടുത്തു. ആ സമയത്ത് സുധീഷ് മാലയും കൈ പിടിച്ചുകൊണ്ട് അച്ഛൻ്റെ കണ്ണുനീര് ഇവളെങ്ങാനും മനസ്സിലാക്കിയാൽ തീർന്നു, അതിനു മുമ്പ് മാല ഇട്ടാലോ എന്ന് പറഞ്ഞു സുധീഷ് വേഗം ചാടി നിധിയുടെ കഴുത്തിൽ മാല ഇട്ടു. പിന്നെ നിധിയുടെ കയ്യിലേക്ക് കൊടുത്തു. നിധി അത് സുധീഷിൻ്റെ കഴുത്തിലേക്ക് ഇട്ടു. അങ്ങനെ ആ കല്യാണം ചടപടയെന്ന് പറഞ്ഞ് അങ്ങ് കഴിഞ്ഞു. അച്ഛനും ആങ്ങളെയും ചങ്ക് തകർന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മാല ഇടുന്നതിന് മുന്നേ നിധി കുറേ നേരം അച്ഛനെയും അമ്മയെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ മാലയുടെ ഫോട്ടോ എടുപ്പ് എല്ലാം ഒറ്റ സ്പോട്ടിൽ നടന്നപ്പോഴത്തേക്കും സൂര്യ തലയ്ക്ക് കൈവച്ച് തകർന്നു, എല്ലാം തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ രണ്ടുപേരും ചേർന്ന് നിൽക്കാൻ പറഞ്ഞു എസ് ഐ സാർ. എന്നിട്ട് രണ്ടുപേരും ചേർന്ന് നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് വാങ്ങിച്ച താലി എന്നാൽ കെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതും കഴുത്തിൽ കെട്ടി. സുധീഷ് നിധിയുടെ ഇതെല്ലാം കണ്ട് ചങ്ക് തകർന്ന് നമ്മുടെ സൂര്യ അവിടെ നിൽക്കുക. പോലീസുകാർ കൈ അടിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോഴത്തേക്കും നിധിയുടെ നെറുകയിൽ സുധീഷ് താലിയും കെട്ടി. അച്ഛനും ആങ്ങളെയും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ പെൺകുട്ടികൾ വാശി പിടിച്ചാൽ പിന്നെ അതിന് എതിർത്തിട്ട് കാര്യമില്ല സാറേ, ഞങ്ങൾക്ക് വേറെ വഴിയില്ല കേട്ടോ എന്ന് എസ് ഐ സാറ് പറയുവാണ് അരുണിനോടും അച്ഛനോടും. അപ്പോൾ ഈ ചെറുക്കൻ്റെ ജീവൻ നോക്കേണ്ടതും പോലീസിൻ്റെ കടമ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അച്ഛന് തല കറങ്ങാൻ തുടങ്ങി. അച്ഛൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന പോലെ നിൽക്കുക. എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് സാർ അവരെ അനുഗ്രഹിച്ച് പോകാൻ നോക്കാൻ പറഞ്ഞു എസ് ഐ സാറ്. സൂര്യക്ക് ഭയങ്കര വൈരാഗ്യം. സൂര്യ ഇങ്ങനെ തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ നടന്ന് മകളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഈ നിമിഷം വരെ നീ എനിക്ക് മകളായിരുന്നു എന്നും എൻ്റെ നെഞ്ചിലായിരുന്നു നീ ജീവിച്ചിരുന്നതെന്നും അദ്ദേഹം പറയുക. ഈ നിമിഷത്തിൽ എൻ്റെ മകൾ മരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അച്ഛനെന്ന് പറയുന്ന ഞാനും മരിച്ചു എന്ന് അദ്ദേഹം പറയുക. അങ്ങനെ അതും പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോരുക. എൻ്റെ നെഞ്ച് പൊള്ളിച്ചാ നീ ഇറങ്ങിപ്പോകുന്നത്, നീ അനുഭവിക്കും, അതിനൊരു മാറ്റവും ഇല്ല എന്ന് അച്ഛൻ മകളെ ശപിക്കും അവിടെ വെച്ച്. ഇവൻ്റെ കൂടെ നീ അനുഭവിക്കും, ആ കുപ്പയിൽ കിടന്ന് പുഴുത്ത് നീ നരകിക്കുമെന്നും അദ്ദേഹം ഇങ്ങനെ നിധിയോട് പറയുക കേട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ ദയനീയമായിട്ട് നിന്ന് കരയുക. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവളായി പോയല്ലോ എന്നോർത്ത് നീ അലറി വിളിക്കുന്ന ഒരു സമയം വരുമെന്നും അച്ഛൻ ശാപവാക്കുകളോടുകൂടി നിധിയോട് പറയുക. നിധി ഇതൊക്കെ കേട്ട് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അന്നേരം നിൻ്റെ ഓർമ്മയിൽ പോലും
ഞാൻ ഉണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം പറയുകയാണ്. മായ്ച്ച് കളഞ്ഞേക്കണം, എല്ലാം മായ്ച്ച് കളഞ്ഞേക്കണമെന്നും പറഞ്ഞ് അച്ഛൻ അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അച്ഛൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്കിളെന്ന് പിടിച്ച് സൂര്യ പിന്നാലെ ചെല്ലുക. സൂര്യയൊക്കെ പറത്തി എറിഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങിപ്പോയി. അരുണും അതിനുശേഷം നിധിയുടെ മുന്നിലേക്ക് വന്നു. നിധിയുടെ മുന്നിലേക്ക് വന്നിട്ട് നിധിയോടും കുറേ ശാപവാക്കുകളും കാര്യങ്ങളും പറയുവാണ്. അപ്പോൾ സുധീഷ് ഇങ്ങനെ അതിനെ തടയാൻ നോക്കിയപ്പോൾ സുധീഷിനെ നേരെ വിരൽ ചൂണ്ടി സുധീഷിനെ പേടിപ്പിക്കാനായിട്ട് അരുൺ ചെന്നു. അപ്പോൾ എടോ വേണ്ട നിർത്തിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അരുണിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ സുധീഷ് ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക. ആങ്ങളെ അച്ഛനും പോകുന്നത് നോക്കി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആ വാതുക്കൽ പോയി ഇങ്ങനെ നമ്മുടെ നിധി ഇരിക്കട്ടോ. നിധി ചങ്ക് പൊട്ടി കരയുവാണ്. അതിനുശേഷം പിന്നെ ഇവരോട് പോയിക്കോളാനായിട്ട് പറഞ്ഞു. അപ്പോൾ സാറിനോട് ഓക്കെ പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോരും കേട്ടോ. അവർ രണ്ടുപേരും കൂടെ പോരുന്ന സമയത്ത് നിധിയും അതുപോലെ തന്നെ നമ്മുടെ സുധീഷും കൂടി സംസാരിക്കാനിടയുള്ള ചില കാര്യങ്ങളെല്ലാം സുധീഷും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ സുധീഷിൻ്റെ കയ്യിൽ നിന്ന് ആധാർ കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ നിയമപരമായി ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആയല്ലേ സാറേ എന്ന് സുധീഷ് ചോദിക്കുവാണ് ഇവരോട്. ഈ പേപ്പറുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് എന്താണ് ഓരോ സംശയം എന്ന് ഗോപി സാറ് ചോദിച്ചു. നീ ആ പെണ്ണിനോടൊപ്പം എങ്ങനെ ജീവിക്കുവടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അവർ. അപ്പോൾ നിധിയാണെങ്കിൽ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ സുധീഷ് ഒപ്പിട്ടു. അതിനുശേഷം ഇനി നിധിയെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനും പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് ഒപ്പിടിപ്പിക്കാം സാർ, അവൾ ഭയങ്കര കരച്ചില്ല എന്ന് സുധീഷ് പറഞ്ഞു. സുധീഷ് എന്നിട്ട് ഈ പേപ്പറുമായിട്ട് ഇങ്ങനെ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താണെന്ന് ചോദിച്ചു നിധി. ഇത് രജിസ്റ്റർ മാരേജ് ഫോം ആണെന്ന് പറയുമ്പോഴത്തേക്കും നിധി നടുങ്ങി. ദേ ഒരു സൈഡ് മാത്രം മതിയെന്ന് സുധീഷ് പറയുക. അപ്പോഴത്തേക്കും എടുത്തിട്ട് ഒരൊറ്റ ഏറായിരുന്നു. എനിക്ക് പറ്റില്ല, എടുത്തോണ്ട് പോകാൻ നിധി സുധീഷിനോട് പറയുക. ഇയാൾ എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്ന് നിധി സുധീഷിനോട് ചോദിച്ചു. പോടാ കടന്നു പോടാ എന്നും പറഞ്ഞുകൊണ്ട് നിധി ഇങ്ങനെ സുധീഷിനോട് പറയുന്നു കേട്ടോ. അത് കേട്ട് സുധീഷ് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചാണ് കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ.